ഡൽഹി വേഴ്സസ് മുംബൈ ഡൽഹിയുടെ ഹോം മാച്ചാണ്. അതോടൊപ്പം തന്നെ ഗുജറാത്ത് വേഴ്സസ് രാജസ്ഥാൻ അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ സീസണിൽ മുംബൈയുടെ വിൻ സ്ട്രീക്ക് തുടങ്ങിയത് ഡൽഹിക്കെതിരെ ആയിരുന്നു. ഇത്തവണ ദൈവത്തിന്റെ പോരാളികൾ ജയിച്ചുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും ഭയങ്കര സ്ട്രോങ് ടീം തന്നെയാണ് മുംബൈ. ഡൽഹി അത്ര മോശമൊന്നുമല്ല. കഴിഞ്ഞ മത്സരം അടിപൊളിയായിട്ടാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. ദാറ്റ്സ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ സമീർ റിസ്വി ആൻഡ് സ്റ്റബ്സ്. ആൻഡ് ഓൾസോ ഡൽഹിന്റെ ബോളിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു ഗുഡ് ബോളിംഗ് ലൈനപ്പ് തന്നെ ഉണ്ട്. നടരാജന്റെ ഒരു ഗ്രേറ്റ് കംബാക്കും കൂടിയായിരുന്നു ഈ സീസണിൽ. അതെ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ലുങ്കിങ്കിടി ആ ഒരു വേൾഡ് കപ്പ് തൊട്ട് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ബൂംറ ബോൾട്ട് എന്ന സഖ്യത്തിനാണ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏത് പിച്ചിലാണെങ്കിലും പുള്ളിയുടെ ക്വാളിറ്റി ഗെയിം കാണിച്ചിരിക്കും. അത് എതിർ ടീമിനെ ഭയങ്കര ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ രോഹിത് അഗൈൻസ്റ്റ് അക്സർ, ആളുടെ സ്ട്രൈക്ക് റേറ്റ് ഇത്തിരി മോശമാണ് അഗൈൻസ്റ്റ് അക്സർ. അതോടൊപ്പം തന്നെ ഡൽഹിന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ KL രാഹുലിന് ട്രെന്റ് ബോൾട്ടിനെതിരെ നല്ല റെക്കോർഡ്. മാച്ച് 3:30 നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്യൂവിന്റെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു മാച്ചിൽ ഉണ്ടാവുന്നില്ല. ഒരു ബാലൻസ്ഡ് പിച്ചായിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്കറിയാം ഡൽഹി പിച്ച് എന്ന് പറയുന്നത് കുറച്ച് റൺസ് വരുന്ന ടൈപ്പ് ഓഫ് പിച്ചാണ്. അതുകൊണ്ട് എന്താവുന്ന കാത്തിരുന്ന് തന്നെ കാണണം. പിന്നെ ആദ്യത്തെ ഔട്ടിങ് KL രാഹുലിന് അത്ര നന്നായിരുന്നില്ല. ഫസ്റ്റ് ബോൾ ഗോൾഡൻ ഡെക്ക് ആയിരുന്നു ആള്. അത് ഈ മാച്ചിൽ കംബാക്ക് നടത്തുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ അവരുടെ കോച്ചിങ് സ്റ്റാഫിന്റെ ആ ഒരു ബ്രില്യൻസ് ഓർക്കണം. സമീർ റിസ്വി സ്റ്റബ്സ് കൂട്ടുകെട്ട് അവിടെ കൊണ്ടുവരാൻ അവർ കൊണ്ടുവന്നതും കഴിഞ്ഞ മാച്ച് വിജയിക്കാൻ കാരണമായതും അങ്ങനെയായിരുന്നു. സമീർ റിസ്വിന്റെ ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് ഞാൻ ഈ ഡൽഹിയിൽ വന്ന ഈ സീസണിലാണ് ജസ്റ്റ് ഒന്ന് കണ്ടു തുടങ്ങിയത്. ഇത്രയും ടാലന്റ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റിയത് ഈ ഒരു മാച്ചിലാണ്. പിന്നെ അടുത്ത മാച്ച് എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് ആണ്. അത് അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് കളി. ഗുജറാത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മത്സരം തോറ്റിട്ടാണ് വരുന്നത്. അതോടൊപ്പം രാജസ്ഥാനിലേക്ക് നോക്കുകയാണെങ്കിൽ ചെന്നൈക്കെതിരെ നല്ലൊരു വിജയം നേടിയിട്ടാണ് വരുന്നത്. ആൻഡ് പറയാനുള്ളത് റയാൻ പരാഗ്. പുള്ളി നല്ല രീതിയിൽ കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ മെച്യൂരിറ്റി വന്നിട്ടുണ്ട് ആളുടെ സംസാരം. അതെ. വൈഭവ് സൂര്യവംശി ജയ്സ്വാൾ കൂട്ടുകെട്ട് ഭയങ്കര ഇമ്പാക്ട്ഫുൾ കൂട്ടുകെട്ടാണ്. ഒരു പവർഫുൾ കോമ്പിനേഷൻ ആണ് രണ്ടുപേരുടെ ഇത്. അത് വളരെ കഴിഞ്ഞ സീസണിൽ ഗുജറാത്തിനെതിരെയാണ് ചിന്നപ്പയ്യൻ ആ ഒരു വൈഭവ് സൂര്യവംശി എന്നുള്ള ഒരു സ്റ്റാർ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് വീണ് കിട്ടിയത്. കാരണം 35 ബോൾഡ് സെഞ്ചുറി അങ്ങനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അതിവിടെ ആവർത്തിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പിന്നെ അഹമ്മദാബാദ് പിച്ച് എന്ന് പറയുന്ന കുറച്ച് റൺസ് വരുന്ന ഒരു പിച്ചാണ്. പിന്നെ വലിയ ഗ്രൗണ്ടും കൂടിയാണ്. സോ എന്താ റിസൾട്ട് ചിലപ്പോ മാറി പറയാൻ ചാൻസ്. പിന്നെ ശുഭാൻ ഗിൽ കഴിഞ്ഞ മത്സരത്തിൽ കാണിച്ചൊരു മണ്ടത്തരമാണ് ചിലപ്പോൾ കഴിഞ്ഞ മത്സരം അവർ തോക്കാൻ കാരണം തോന്നുന്നു. കാരണം കഴിഞ്ഞ സീസണിലെ പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ ആയിരുന്നു പ്രസിദ്ധ് കൃഷ്ണ. ആ പ്രസിദ്ധ് കൃഷ്ണയെ കൊണ്ടുവന്ന് കുറച്ച് ലേറ്റ് ആയത് അവർക്ക് വലിയ തിരിച്ചടിയായി. റബാഡയുടെ ഫോമും ഒരു കൺസേൺ ആണ് ഈ ഒരു ബോളിംഗ് ലൈനപ്പിൽ. രാജസ്ഥാൻ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാൻഡ്രെ ബർഗർ ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സായി സുധീൻ കൂട്ടുകെട്ട് ഒരു 10-12 ഓവർ വരെ നിന്ന് കഴിഞ്ഞാൽ അവർ സ്ട്രൈക്ക് റേറ്റ് ഇംപ്രൂവ് ചെയ്ത് ഭയങ്കര കിടനായിട്ട് കളി കൊണ്ടുപോകും. പക്ഷെ അതുവരെ നിൽക്കുക ചേസിംഗ് ഫേസിൽ വരുന്ന സമയത്ത് അത് ഭയങ്കര ബാഡാവാൻ ചാൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് അവർ മാർക്ക് ചെയ്ത് വെക്കാൻ പോകുന്ന പ്ലെയർ എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് വൈഭവ് സൂര്യവംശി തന്നെയായിരിക്കും. ഖത്തറിൽ തന്നെ കാണാം നമുക്ക് ആര് ജയിക്കുന്നത്. രണ്ട് മാച്ചും നല്ല ടൈറ്റ് മാച്ചുകളാണ്. നല്ല ടീമുമാണ്, നല്ല ടൈറ്റ് മാച്ചസും ആണ്. സോ ഒന്നും പറയാൻ പറ്റില്ല ആരാ ജയിക്കുന്ന ആരാ തോക്കുന്നത് ഒന്നും പറയാൻ കഴിയില്ല.